ചില്ലീസ് റെസ്റ്റോറൻറ്റ് പെരിന്തൽമണ്ണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. മകളുടെ ഒരു PG കോൺഫറൻസിന് വേണ്ടി ഞങ്ങളിവിടെ എത്തിയതാണ്. അങ്ങനെ ഈ ഷോപ്പിൽ എത്താനിടയായി. നല്ലൊരു റെസ്റ്റോറൻ്റാണിത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ഫുഡാണ് കിട്ടിയത്. മലപ്പുറം വിഭവങ്ങളാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ? എന്തെങ്കിലും പോരായ്മ പറഞ്ഞു. ഇവിടുത്തെ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. കഴിക്കാൻ പോയത് കാണാം. പ്രത്യേകത കേട്ടോ, കണ്ട ഇത് തന്നെ മട്ടൻ അല്ലേ? ബീഫ് വാരി. ശരി, കാണാം. സാറിൻ്റെ പേരെന്താണ്? പേര് അരുൺ. കോട്ടയം. ഇവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ബീഫ് ചുട്ടത് പിന്നെ നമുക്ക് വരുന്ന സ്പെഷ്യലായിട്ട് വരുന്ന ചട്ടിക്കറിയാണ്. ബീഫ് പച്ചമുളക് ചട്ടിക്കറി, ആട് പച്ചമുളക് ചട്ടിക്കറി, പിന്നെ നമുക്ക് ഉള്ളതിന് കടൽക്കൂട്ട് ചട്ടിക്കറി എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പക്ഷെ അതിപ്പോൾ അവൈലബിൾ അല്ല, കാരണം കുറച്ച് ഐറ്റംസ് അതിനകത്ത് മിസ്സിംഗ് ആണ്. കാര്യം ഇതിൽ കല്ലുമ്മക്കായ കിട്ടുന്നത് എല്ലാം മിക്സാണ് വരുന്നത്. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാ സംഭവം ഉണ്ട്. നമ്മൾ നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഫുഡ് നല്ല ഫുഡാണ്. അപ്പോൾ നിങ്ങളിവിടെ മലപ്പുറത്ത് വരുമ്പോൾ ഇവിടെ സന്ദർശിക്കാൻ നോക്കണം കേട്ടോ. ചില്ലി എന്നാണ് റെസ്റ്റോറൻറ്റ്, ചില്ലി റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കാണ് ഇവിടെ. നല്ലൊരു റെസ്റ്റോറൻറ്റ്, നല്ല ടേസ്റ്റി ഫുഡാണ്. ശരി, കാണാം. മീനാണ് കേട്ടോ, സദ്യ ടേസ്റ്റാണ്. നിങ്ങൾ മൊത്തം ഫിനിഷ് ചെയ്ത കേട്ടോ. മലബാറിൽ വരുമ്പോൾ നിങ്ങളിത് മറക്കണ്ട കേട്ടോ. ചില്ലി റെസ്റ്റോറൻറ്റ്, നല്ല റെസ്റ്റോറൻറ്റ്. ഒത്തിരി തിരക്കാണ്. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സീറ്റ് അറേഞ്ച് ചെയ്ത് തരുന്നതിനും ഫുഡ് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ശ്രദ്ധയാണ് അവിടുത്തെ സ്റ്റാഫുകൾ കാണിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു. മലപ്പുറത്താണല്ലോ ചില്ലി റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കാണ്. നിങ്ങൾക്കും സന്ദർശിക്കാവുന്ന സ്ഥലം തന്നെയാണ്. പൊറോട്ട നമുക്ക്
ദിവസത്തെ ഫുഡാണ് കേട്ടോ. ആദ്യം ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇന്ന് മോളും കൂടെ ഉണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് തീർന്നായിരുന്നു. ചില്ലിയിൽ തന്നെ, ചില്ലി റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് എത്തിയേട്ടാ. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഒരു ചട്ടിച്ചോറൂടെ വാങ്ങി. ചട്ടിച്ചോറ് കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ചട്ടിച്ചോറ് കേട്ടോ. ഫിഷ് എന്ന് പറഞ്ഞ് ബീഫ് വേണ്ട, ഫ്രഷ് വെച്ച് ആ തട്ടിയ വരുമോ? അത് തട്ടിയ വരുമോ? ആ വരുന്നുണ്ട് കേട്ടോ. തട്ടി ആ ഇന്നലെ ഇതൊരു തട്ടി കഴിച്ചു. മോര് ശരി. അപ്പം കെയറാണ് ഇവിടെ. ശരി, തുടങ്ങാൻ പോവുകയാണ്. ചട്ടിച്ചോറിൽ രണ്ട് കറിയുണ്ട്, കണവയുണ്ട്, പഴം, മീൻ വറുത്തത്, മീന്, തോരൻ, എല്ലാവരും കൂടെ മത്സരമാണ് കേട്ടോ കഴിക്കുന്നത്. ഞാനിങ്ങനെ എടുത്തു. ചില കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. ശരി.